നമുക്ക് ഈ തേർഡ് മോഡിൽ ലാസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അറേകളിലൊക്കെ വാല്യൂസ് എന്തായിരുന്നു, ഇൻഡിജർ ടൈപ്പ് വാല്യൂസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ക്യാരക്ടർ ടൈപ്പ് വാല്യൂസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്യാരക്ടർ അറേനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള /0 യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാ വെച്ചാൽ മിഷന് മനസ്സിലാവാനാണ്. ഈ ഒരു സ്ട്രിങ് കഴിഞ്ഞു, അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് മെമ്മറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറേ. അപ്പൊ അത് കഴിഞ്ഞത് അടുത്തത് സ്റ്റോർ ചെയ്യാനുള്ള ആ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാരക്ടർ അറേയിൽ നമുക്ക് നോർമലായിട്ട് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ട്രിങ്ങിൽ നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ /0 കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. ഒരു ക്യാരക്ടർ അറേ പോലെ തന്നെയാണ് നമ്മൾ സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുന്നത്. എങ്ങനെയാണ്, ക്യാർ എന്നുള്ള കീവേഡ് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യാം. സ്ട്രിങ്ങിന്റെ പേര് ബ്രാക്കറ്റ്സിൽ, അതായത് വൺ ഡയമെൻഷണൽ അറേയിൽ ചെയ്ത പോലെ ഒരു സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എത്ര കോളംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കള്ളികൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 20 അതിന്റെ ലിമിറ്റ് ആണ്. നിങ്ങൾക്ക് 20 ലെറ്റേഴ്സ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ വൺ ഡയമെൻഷനിൽ ചെയ്ത് കണ്ട പോലെ തന്നെയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് str ഈക്വൽ ടു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ലെങ്ത്, അതിന്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കേർലി ബ്രേസിൽ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ എഗെയിൻ ഒരു /0 കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിലോ അതിന്റെ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ 4 രീതിക്കാണ് നമുക്ക് സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു ക്യാരക്ടർ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്നത് റീഡ് ചെയ്യാം. ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സ്കാൻഎഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്കാൻഎഫിൽ ചെയ്യുന്ന സമയത്ത് %s യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ %d ആയിരുന്നു ഇൻഡിജറിന് %f ആയിരുന്നു, ഫ്ലോട്ടിന് %lf ആയിരുന്നു, ഡബിളിന്. ഇവിടെ നമുക്ക് സ്ട്രിങ് ചെയ്യാൻ %s യൂസ് ചെയ്താൽ മതി. അവിടെ നമുക്ക് ആംബർസാൻഡ് എന്ന് പറയുന്ന സിമ്പലിന്റെ ആവശ്യകതയില്ല. ഡയറക്റ്റ് ആയിട്ട് str ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്കാൻഎഫ് പോലെ ഗെറ്റ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ ഈ സ്കാൻഎഫ്, പ്രിന്റ്എഫ് എന്നൊക്കെ പറയുന്നത് ഫോർമാറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇൻപുട്ട് പ്രോസസ്സുകളാണ്. അല്ലാത്തത് അൺഫോർമാറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഗെറ്റ്സ് ഒക്കെ പെടും. ഗെറ്റ്സ് ഡയറക്ട്ലി യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഗെറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂസ്, സ്ട്രിംഗ് വാല്യൂസ് കിട്ടും. ഓക്കെ, നമ്മുടെ സ്കാൻഎഫ് പോലെ തന്നെയാണ് ഗെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഡയറക്ട്ലി നമുക്ക് ഏത് വാല്യൂബിൾ ആണോ വെച്ചിരിക്കുന്നത്, ഗെറ്റ്സ് str കൊടുത്ത് ഓട്ടോമാറ്റിക്കലി str ആ വാല്യൂ ഗെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഗെറ്റ്സ് ഉണ്ട്, പുട്സ് ഉണ്ട്. പുട്ട് ചെയ്യാൻ, പ്രിന്റ് ചെയ്യാൻ നമുക്ക് പുട്സ് ഉണ്ട്. ഓക്കെ, ഗെറ്റ് ഉണ്ട്, പുട്ട് ചെയ്യാൻ പുട്സ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ ഗെറ്റ് ക്യാർ ഉണ്ട്, ഒരു സിംഗിൾ ക്യാരക്ടർ കിട്ടണമെങ്കിൽ ഗെറ്റ് ക്യാർ ഉണ്ട്. അതേപോലെ പ്രിന്റ് ചെയ്യാൻ പുട്ട് ക്യാർ ഉണ്ട്. ഇത്രയും കാര്യം അൺഫോർമാറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ 3 മാർക്കിന് വരാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോർമാറ്റഡ് ആൻഡ് അൺഫോർമാറ്റഡ് ഇൻപുട്സ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വെക്കാം. ഫോർമാറ്റഡ് വരുമ്പോൾ പ്രിന്റ്എഫും സ്കാൻഎഫും മറക്കരുത്. അൺഫോർമാറ്റഡിൽ നിങ്ങൾ ഗെറ്റ്സ്, പുട്സ്, ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാണ്. ഗെറ്റ് ക്യാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ സെയിം ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇതിലിപ്പോ ഗെറ്റ്സ് str എന്ന് പറഞ്ഞ വരാം, അവിടെ നമുക്ക് ക്യാർ മാത്രമേ കൊടുക്കുള്ളൂ. ക്യാർ സി എന്ന് മാത്രം കൊടുത്താൽ മതി. സിയിലേക്ക് നമുക്ക് ഗെറ്റ് സി എന്ന് പറഞ്ഞു, ഗെറ്റ് ക്യാർ സി എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. പുട്ട് ക്യാർ എന്ന് പറഞ്ഞു കിട്ടിയാൽ നമുക്ക് അത് പ്രിന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിംഗിൽ കുറച്ച് ഇൻബിൽറ്റ് ഫംഗ്ഷൻസുകൾ ഉണ്ട്. ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് str ഉണ്ട്. ഒരു സ്ട്രിംഗ് എന്ന് വേറെ സ്ട്രിംഗിലേക്ക് കോപ്പി ചെയ്യാൻ നമുക്ക് strcpy ഉണ്ട്. നമുക്ക് ഒരു 2 സ്ട്രിംഗ് കമ്പൈൻ ചെയ്ത് കൂട്ടി എഴുതണം എന്നുണ്ടെങ്കിൽ strcat ഉണ്ട്. കോൺകാറ്റനേഷൻ ഉണ്ട്. നമുക്ക് 2 സ്ട്രിംഗ് കമ്പയർ ചെയ്യാൻ strcmp ഉണ്ട്. പിന്നെ നമുക്ക് ഇൻസെൻസിറ്റീവ് ആയിട്ട്, അതായത് നമുക്ക് അതിന്റെ കേസ് സെൻസിറ്റീവ് അല്ലാണ്ട് നോക്കുന്ന കേസുകൾ strcmpi ഉണ്ട്. നമുക്ക് ലോവറോ അപ്പറോ ആക്കണമെങ്കിൽ strlwr, strupr ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇൻബിൽറ്റ് ഫംഗ്ഷൻസുകൾ ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിലൊരു കാര്യമുണ്ട്, strlen ഒരു സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉണ്ട്. 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സൈസ് ഓഫ് ഓപ്പറേറ്റർ വരുന്ന സമയത്ത് നമുക്ക് വാല്യൂസ്, സൈസ് എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റ് ആയി വരും എപ്പോഴും. ഇപ്പൊ നമുക്ക് ഹലോ വേൾഡ് നോക്കുകയാണെങ്കിൽ HELLO സ്പേസ് WORLD. ഓക്കെ, 11 പക്ഷെ നമുക്ക് സൈസ് ഓഫ് ഓപ്പറേറ്റർ കിട്ടുമ്പോൾ 12 ആയിരിക്കും കിട്ടുക. കാരണം /0 കൂടി ആഡ് ചെയ്യും. അപ്പൊ വ്യത്യാസം എന്താ, strlen നമ്മൾ /0 ആഡ് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. strlen ഓഫ് സ്ട്രിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് /12 കൂടി കിട്ടും. അതായത് /0 കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും strlen വരിക. strlen ഈസ് എ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 2 സ്ട്രിംഗ് കമ്പൈൻ ചെയ്യണം. 2 സ്ട്രിംഗ്സ് കോൺകാറ്റനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ strcat ഉണ്ട്. നിങ്ങൾ നോക്കിയേ, 2 സ്ട്രിംഗ് ഉണ്ട്, S1 ഉം S2.
അത് ഞാൻ എന്താ കൊടുക്കുന്നത്, strcat s1, s2. അപ്പൊ എന്താ ഉണ്ടാവുക, ഹലോയുടെ കൂടെ വേൾഡും കൂടി അറ്റാച്ച് ചെയ്തിട്ട് s1 പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഹലോ വേൾഡ് എന്ന് കിട്ടും. അതായത് വിത്തൗട്ട് സ്പേസ് ഒന്നും ഇല്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കൂടെ ആഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഇടയിൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ സ്പേസ് അതിന്റെ കൂടെ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ചെയ്യുക. കോപ്പി എങ്ങനെയായിരിക്കും, അപ്പോൾ സെയിം സാധനമാണ്, അതിൽ എന്ത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, നമ്മൾ s2 ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന് കൊടുത്ത് നമ്മൾ s1ലേക്ക് s2 കോപ്പി ചെയ്യാണ്, s1ലേക്ക് s2 കോപ്പി ചെയ്യണം. അപ്പൊ s1 പ്രിന്റ് ചെയ്താൽ എന്ത് നിങ്ങൾക്ക് കിട്ടും, ഹലോ വേൾഡ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് strcpy കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് കമ്പയർ ഇച്ചിരി ഇതാണ്. രണ്ട് സ്ട്രിങ്സ് കമ്പയർ ചെയ്യാൻ നോക്കുകയാണ്. സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 കിട്ടും, ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐദർ പോസിറ്റീവോ നെഗറ്റീവ് കിട്ടും. അത് വ്യത്യാസം പറയാം. നമ്മുടെ ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അല്ല, ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ വലുതാണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. സെയിം ആണെങ്കിൽ 0 ആയിരിക്കും. ഇങ്ങനെ 3 രീതിക്കാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഹലോ വേൾഡ് അല്ലെ, s1 ഹലോവും s2 വേൾഡും ആണ്. ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാണ്, സ്ട്രിങ് strcmp s1, s2 ഈക്വൽ ടു 0. നമുക്കറിയാം ഒരിക്കലും 0 വരില്ല, ബിക്കോസ് ഹലോവും വേൾഡും ഡിഫറെന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇതുണ്ടാവുന്നത് ഇനി സ്ട്രിങ് 1 and 2 ആർ ഈക്വൽ, നമുക്ക് ഒരിക്കലും ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എക്സ്ട്രാ എന്ത് ചെയ്യാം, സ്ട്രിങ് 1 and 2 ഡിഫറെന്റ് ആണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് -1 ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ സ്ട്രിങ് 1 പറയുന്നത് ലെസ് ദാൻ സ്ട്രിങ് 2 ആയിരിക്കും. ഈ സ്ട്രിങ് 1ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആൽഫബറ്റ്സ് വെച്ച് നോക്കിയാൽ മതി. സ്മോൾ ആയിട്ട് ഇപ്പൊ ഞാൻ അന്നൊരു ആസ്കെ വാല്യൂ പറഞ്ഞായിരുന്നു, ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ സെറ്റ് 65 to 90 എന്നുള്ള വാല്യൂലാണ്, സ്മോൾ ലെറ്റർ എ ടു സ്മോൾ ലെറ്റർ സെറ്റ് 97 to 122 ആണ്. ആ വാല്യൂ വെച്ചിട്ടായിരിക്കും ഇവർ കമ്പയർ ചെയ്തിട്ട് നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ തരുന്നുണ്ടാവുക. ഓക്കെ, ഇനി എനിക്ക് നമ്പർ പോസിറ്റീവ് സ്ട്രിങ്ങിനെ അപ്പർ കേസ് ലോവർ കേസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ strupr ഉം strlwr യൂസ് ചെയ്തതിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേസിനെ നമുക്ക് അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും മാറ്റാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഡയറക്ട്ലി ആ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നമ്മുടെ വാല്യൂ കൊടുത്താൽ മതി. ഇനി എനിക്ക് ഒരു നമ്പർ, ഒരു കിട്ടിയ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യണം വിത്തൗട്ട് യൂസിങ് എന്ന് പറഞ്ഞാൽ, വിത്തൗട്ട് യൂസിങ് ഇൻബിൽറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. ഒന്നുമില്ല, ആദ്യം നമ്മൾ ഒരു സ്ട്രിങ് എടുക്കുക, ഇനി നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കണം. ഇത് ഐയും ജെയും എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. ആദ്യം സ്ട്രിങ് എൻ്റർ ചെയ്തു, ഗെറ്റ്സ് വെച്ച് സ്ട്രിങ് എൻ്റർ ചെയ്തു. ഇനി എനിക്ക് ലെങ്ത് കണ്ടുപിടിക്കണം, str ലെങ്ത് -1. കാരണം എനിക്ക് സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിച്ച്, കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to ലെങ്ത് -1 ആയതുകൊണ്ട് ഞാൻ ഐന്റെ വാല്യൂ എന്താക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്, ലെങ്ത് കണ്ടുപിടിച്ച ശേഷം -1 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണോ നോക്കുകയാണ്. ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യണത് എന്താ, റിവേഴ്സ് ഓഫ് ജെ, അതായത് റിവേഴ്സ് ഓഫ് ജെ ഈക്വൽ ടു str of i, അതായത് നമ്മുടെ സ്ട്രിങ്ങിന്റെ വാല്യൂ എന്താണോ അതിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് നമ്മളുടെ ഈ വാല്യൂ str of i എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. str of i എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്പർ ആയിരിക്കും, ലാസ്റ്റ് ലെറ്റർ ആയിരിക്കും. ആ ലെറ്റർ ആദ്യത്തെ പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഓരോന്നും സേവ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ, അതിനെയാണ് എന്ത് പറയണത്, അതിന്റെ വാല്യൂസ് ജെന്റെ കൂട്ടി വരുന്നുണ്ട്, ഐന്റെ വാല്യൂ കുറച്ച് വരുന്നുണ്ട്. എന്നിട്ട് REVJ ഈക്വൽ ടു /0, അത് ലാസ്റ്റ് /0 കൂടി അറ്റാച്ച് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞില്ലേ. ഇനി ഇതിലൊരു ഒരു പ്രശ്നം, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് വെച്ചാൽ REV ഓഫ് i എന്ന് പറയുന്നതും കൂടി നമ്മളിവിടെ ഇവിടെ ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ തെറ്റായിട്ട് വരും. str of 20യുടെ കൂടെ ഒരു REV20 കൂടി കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ കേട്ടോ. അപ്പൊ ജെയുടെ വാല്യൂ, ബാക്കി തെറ്റുകളൊന്നുമില്ല, REV കൊടുത്തില്ലെങ്കിൽ ഇവിടെ മിസ്റ്റേക്ക് വരും. അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റ് REV ഓഫ് ജെ എന്ന് പറഞ്ഞ് കൊടുത്താലും മതി. ഡയറക്റ്റ് അതിനൊക്കെ നല്ലത് ഇവിടെ, സോറി ഇൻറ്റ് അല്ല ക്യാരറ്റ്, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് REV ഓഫ് 20 കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും, നമുക്ക് REV പ്രിന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു സ്ട്രിങ് പാലൻഡ്രോം ആണ്. പാലൻഡ്രോം എന്താണെന്ന് അറിയാലോ, ഇപ്പൊ അമ്മ, മലയാളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും നമുക്ക് സാധനം കിട്ടുന്നത് സെയിം ആയിരിക്കും. ആ കോൺസെപ്റ്റ് ആണ് നമ്മുടെ പാലൻഡ്രോം ഉദ്ദേശിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കാം, ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. അവര് അപ്പൊ തന്നെ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം, അതൊരിക്കലും തിരിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പൊ സെയിം എന്നുള്ളൊരു വേർഡിന് എനിക്ക് എസും ഇയും നോക്കിയാൽ തന്നെ മനസ്സിലാവും, ദേ ആർ ഡിഫറെന്റ്. നമുക്ക് ഒരിക്കലും തിരിച്ചിട്ടാൽ ഒരേപോലെ കിട്ടില്ല. ആ കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെയും അവസാനത്തെയും നോക്കും, അത് കഴിഞ്ഞ് തൊട്ട ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനും സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനും കൂടി കമ്പയർ ചെയ്യും. അങ്ങനെയാണ് ഇത് പോണത്. അപ്പോൾ ഇതിൽ അമ്മ എന്ന് പറയുമ്പോൾ എ സെറ്റ് ആണ്, MM സെറ്റ് ആണ്, അങ്ങനെയാണ് നോക്കണത് കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ വെറുതെ ആദ്യം നോക്കണു, str of 20 ലെങ്ത് കണ്ടുപിടിച്ചു, സ്ട്രിങ് എൻട്രി ചെയ്യിപ്പിച്ചു. നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ലെങ്ത് ഈക്വൽ ടു 0, str of len നോട്ട് ഈക്വൽ ടു /0 വരെ എത്തിയിട്ടില്ലോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ലിമിറ്റ്. len ++ അത് ലെങ്ത് അത് നിങ്ങൾക്ക് ഏത് വാല്യൂ, അതായത് എന്ത് വാരിയബിൾ നെയിം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോന്നും അതിന്റെ ഉള്ളിലേക്ക് കയറി ഇനി എന്ത് ചെയ്യണം, നമുക്ക്
ജസ്റ്റ് ചെക്ക് ചെയ്യാണ് എന്ത് ഫോർ ഐ ഈക്വൽ 0 ഐ ലെസ് ദാൻ ലെങ്ത് ബൈ 2. ഇത് നിങ്ങൾ LN കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. സ്ട്രിങ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഇത് കൊടുത്താലും കുഴപ്പമില്ല. ലെങ്ത് ബൈ 2 ചെയ്യുന്നു. ഉള്ളിൽ കയറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, STR ഓഫ് ഐ നോട്ട് ഈക്വൽ ടു STR ഓഫ് ലെങ്ത് മൈനസ് 1 മൈനസ് ഐ. അതായത് ഈ സാധനം ആദ്യത്തെ എലമെന്റും ലാസ്റ്റ് എലമെന്റും സെയിം അല്ലല്ലോ. സെയിം അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഗ് 1 ആക്കി ബ്രേക്ക് ചെയ്തു. അല്ല ഫ്ലാഗ് ചേഞ്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം അത് പാലൻഡ്രോം ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നോട്ട് പാലൻഡ്രോം ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും ചെക്ക് ചെയ്യാണ്. അത് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഫ്ലാഗിന്റെ വാല്യൂ ഇനീഷ്യലി 0 ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 സെറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് അത് സെയിം അല്ലെങ്കിൽ അത് പാലൻഡ്രോം അല്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ പാലൻഡ്രോം, അല്ലാന്നുണ്ടെങ്കിൽ നോൺ പാലൻഡ്രോം അല്ലെങ്കിൽ നോട്ട് പാലൻഡ്രോം എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് സ്ട്രിങ്ങിന്റെ ബേസിക്സ് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്.